ഏഷ്യയുടെ ജലഗോപുരം എന്നറിയപ്പെടുന്ന ഹിമാലയം ഇപ്പോൾ ഗുരുതരമായ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ചൂട് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹിന്ദുക്കുഷ് മലനിരകളെയും ചൂട് പിടിപ്പിക്കുന്ന പാരിസ്ഥിതിക ദുരന്തം ഏകദേശം 200 കോടി ആളുകളെയാണ് ബാധിക്കാൻ പോകുന്നത്. ഇന്റർനാഷണൽ സെന്റർ ഫോർ ഇന്റഗ്രേറ്റഡ് മൗണ്ടൻ ഡെവലപ്മെന്റ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 23 വർഷത്തിനിടെ ഏറ്റവും കുറവ് മഞ്ഞുവീഴ്ചയുള്ള വർഷമായാണ് 2024-25 രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ സമയങ്ങളിൽ ഉള്ളതിനേക്കാൾ 23.6% കുറവ് മഞ്ഞുവീഴ്ചയാണിത്. തുടർച്ചയായ 3-ാം വർഷമാണ് ഇത്തരത്തിൽ മഞ്ഞുവീഴ്ചയിൽ കുറവുണ്ടാകുന്നെന്ന വാർത്ത ആശങ്കയുണ്ടാക്കുന്നതാണ്. ഹിമാലയത്തിലെ മഞ്ഞുരുകൾ കാർഷിക മേഖലയിലും ജലസേചനത്തിനും ഒരുപോലെ തടസ്സം സൃഷ്ടിക്കുന്നതാണ്. ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര തുടങ്ങി ഏഷ്യയിലെ പ്രധാനപ്പെട്ട 12 നദികൾ ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിൽ നിന്നാണ്. ഹിമാലയൻ മലനിരകളിലെ മഞ്ഞുരുകി ഈ നദികളിലൂടെ ഒഴുകി വന്ന ജലത്തെ ആശ്രയിച്ചാണ് ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് രാജ്യങ്ങളിലെ കാർഷിക മേഖലയും വൈദ്യുത പ്രൊജക്ടുകളും ഒക്കെ നിലനിൽക്കുന്നത്. മഞ്ഞുവീഴ്ച കുറഞ്ഞാൽ അവയെല്ലാം താറുമാറാകും. ക്രമരഹിതമായ മഞ്ഞുവീഴ്ച നദികളുടെ ഒഴുക്കിനെ ബാധിക്കുമെന്ന് മാത്രമല്ല, ഗുരുതരമായ വരൾച്ചയ്ക്കും അത് കാരണമാകും. കാലാവസ്ഥാ വ്യതിയാനമാണ് മഞ്ഞുവീഴ്ചയിലെ വ്യതിയാനത്തിന് കാരണം. മറ്റൊന്ന്, ആഗോള ശരാശരിയേക്കാൾ വേഗത്തിലാണ് ഹിമാലയൻ ചൂട് പിടിക്കുന്നതെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. ഹരിതഗ്രഹ വാതകങ്ങളും നഗരവ്യാപനവും ഭൂമി ഉപയോഗത്തിലെ പരിവർത്തനം ഇതൊക്കെയാണ് വ്യതിയാനത്തിന് പിന്നിലുള്ളത്. 2019 ICIMOD റിപ്പോർട്ട് പ്രകാരം പാരീസ് ഉടമ്പടി പ്രകാരം ആഗോള താപനം 1.5 ഡിഗ്രി സെൽഷ്യസിനുള്ളിൽ പിടിച്ചു നിർത്തിയാലും ഹിന്ദുക്കുഷിന്റെ താപനില 0.3 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ്. മഞ്ഞുവീഴ്ചയിലെ അസ്ഥിരത പശ്ചിമവാതത്തെയും സ്വാധീനിക്കുമെന്നും പഠനം പറയുന്നുണ്ട്. മുൻകരുതൽ എന്ന നിലയ്ക്ക് നയരൂപ ജലസേചനം, വരൾച്ചയെ അതിജീവിക്കുന്ന കാർഷിക മേഖല എന്നിവയെല്ലാം നിക്ഷേപം നടത്തേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി പ്രാദേശിക സഹകരണമാണ് ഉറപ്പുവരുത്തേണ്ടത്. പ്രത്യേകിച്ച് രാജ്യങ്ങൾ തമ്മിൽ ജലം പങ്കിടലുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഹിമാലയത്തിന്റെ മഞ്ഞുരുകൾ കേവലം ഒരു പ്രാദേശിക പ്രതിസന്ധിയല്ല, മറിച്ച് ആഗോള കാലാവസ്ഥ അടിയന്തരാവസ്ഥയെ കൂടി ബാധിക്കുന്ന ഗുരുതര പ്രതിസന്ധി കൂടിയാണ്.